ആശാ വർക്കേഴ്സിന്റെ സമരപന്തലിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയിട്ടുണ്ട്. അതിലേക്കാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിദ്ദിഖ് MLA-യും അവർക്കൊപ്പമുണ്ട്. അവരുടെ സമരപന്തലിൽ അവർക്കൊപ്പം ഇരിക്കുകയാണ് നേതാക്കൾ. നേരത്തെ ഇന്ന് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി സ്പീക്കർ നിഷേധിക്കുകയും ചെയ്തു. അതിന്മേൽ ഇതുവരെ സർക്കാർ പറഞ്ഞ വാദങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ആരോഗ്യമന്ത്രി വിശദീകരണം നൽകിയത്. ഓണറേറിയം വർദ്ധിപ്പിച്ചത് LDF സർക്കാരാണ്, 7000 രൂപ. ഒപ്പം തന്നെ ഇപ്പോൾ നൽകുന്ന 13,000 രൂപയുടെ കണക്ക് അതെല്ലാം ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രതിപക്ഷം മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ രൂക്ഷമായി വിമർശിക്കുന്നത് നമ്മൾ കാണുകയായിരുന്നു. പിന്നീട് പ്രതിപക്ഷ ബഹളം നിയമസഭയിൽ ഉണ്ടാകുന്നു. നടപടിക്രമങ്ങളെല്ലാം ഇന്ന് നേരത്തെ പൂർത്തിയാക്കുകയും ചെയ്തു. സ്പീക്കർ ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ രമേശ് ചെന്നിത്തലയും സിദ്ദിഖും ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരപന്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർക്ക് പിന്തുണയുമായി വിശദാംശങ്ങൾ. അല്പസമയം മുൻപ് നിയമസഭയിൽ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോര്. അതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ 23 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടരുന്ന ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയ വാദപ്രതിവാദങ്ങൾ, അതിനെ ഭരണപക്ഷം എങ്ങനെ പ്രതിരോധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് നിയമസഭ പിരിഞ്ഞ ശേഷം, നിയമസഭയിലെ വലിയ ബഹളത്തിനൊക്കെ ശേഷം ഇപ്പോൾ ഈ സമരം ആരാണോ ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തലയും സിദ്ദീഖ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ സെക്രട്ടറിയേറ്റിന് മുൻപിലെ ആശാ വർക്കർമാരുടെ സമരപന്തലിലേക്ക് എത്തിയത്. അവർക്ക് കൂടുതൽ ഐക്യദാർഢ്യം നൽകുക എന്നുള്ളതാണ് പ്രതിപക്ഷം ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്ന കാര്യം. നേരത്തെ ഈ പ്രത്യക്ഷമായി തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഈ സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല അടക്കം കുറ്റപ്പെടുത്തി രംഗത്തെത്തിയെങ്കിലും ഇക്കാര്യത്തിൽ ഇന്ന് പ്രതിപക്ഷം, അത് പ്രമേയാവതാരകനായ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിലും സർക്കാർ പലതരത്തിൽ ആശാ വർക്കർമാരുടെ ആവശ്യങ്ങളെ നിരാകരിക്കുന്നു, അവർക്ക് നേരെ മുഖം തിരിക്കുന്നു. മാത്രവുമല്ല ചില വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന ഓണറേറിയത്തെ കുറിച്ച് സംസ്ഥാന സർക്കാർ സംസാരിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ അത് സഭയ്ക്കകത്തും പുറത്തും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാക്കൂട്ടത്തിലാണ് അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത്. ആ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞ മന്ത്രി വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിച്ചത്. അവര് പറയുന്നത് കേരളത്തിലെ ആശാ വർക്കർമാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി നിങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും കാര്യമില്ല എന്ന മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. വളരെ നിഷേധാത്മകമായ സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് UDF ആണ് ഭരണത്തിലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമായിരുന്നു. ഇന്ന് ഈ ഗവൺമെന്റ് ഇത്രയും ദിവസം, ഇന്ന് 22ാം ദിവസം, 23ാമത്തെ ദിവസമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളെ വിളിച്ചൊരു ചർച്ച ചെയ്യാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യമാണ്. കർണാടകത്തിൽ ആശാ വർക്കർമാർ സമരം ചെയ്തപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായും ആശാ വർക്കേഴ്സിന്റെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ആശാ വർക്കേഴ്സിന്റെ സമരം 23ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ഐക്യദാർഢ്യവുമായി സമരപന്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. സർക്കാരിന്റേത് നിഷേധാത്മക നിലപാടാണ് എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നു.